ഹായ്, ഐ എം ഡോക്ടർ ജ്യോതി. ഞാൻ ആര്യ ഐ കെയർ ഹോസ്പിറ്റലിലെ കോർണിയ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പോൾ ആഘോഷങ്ങളുടെ ഒരു സീസണാണ്. ഇപ്പോൾ ദീപാവലി വരാൻ പോവുകയാണ്. എല്ലാവരും പടക്കം പൊട്ടിക്കേണ്ടതും വിളക്ക് കത്തിക്കേണ്ടതും എൻജോയ്മെൻറ്റിൻ്റെ ഒരു മൂഡിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ഫയർ ക്രാക്കർ ഇഞ്ചുറി? ഈ പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ കണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മുടെ കണ്ണിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കും? അഥവാ നിങ്ങൾക്ക് ഫയർ ക്രാക്കർ ഇഞ്ചുറി, അതായത് പടക്കം പൊട്ടിത്തെറിച്ച് നിങ്ങളുടെ കണ്ണിലൊരു ഡാമേജ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ വർക്ക് പ്ലേസിലോ എവിടെയെങ്കിലും വെച്ച്, അതായത് ദീപാവലി ഇപ്പോൾ സീസൺ വരികയല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കേഷനിൽ നിങ്ങൾക്ക് ആക്സിഡൻ്റലി പടക്കം മൂലം നിങ്ങളുടെ കണ്ണിൽ ഡാമേജ് വന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള കോർണിയ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ കാണിക്കാൻ പോകേണ്ടതാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള ഇഞ്ചുറികൾ വളരെ ചെറിയ രീതി മുതൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ആ സെയിം മൊമെൻറ്റിൽ തന്നെ കംപ്ലീറ്റ്ലി കണ്ണ് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിവിയർ ഇഞ്ചുറി വരെ ആകാം. അതിൻ്റെ സിവിയറിറ്റി അസസ് ചെയ്യുവാനും കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് കൊടുക്കുവാനും അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഞ്ചുറി വരികയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ടൈം ഡിലേ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കണ്ണും തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അഥവാ നിങ്ങൾ വളരെ ദൂരത്തിലുള്ള ആളാണ്, നിങ്ങൾക്ക് ഉടനടി ഒരു ഡോക്ടറിനെ സമീപിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കണ്ണിലുള്ള മുറിവിൻ്റെ ആഴം വളരെ കുറവാണ്, അതായത് നിങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് പൊട്ടി അതിലുള്ള കണ്ണിൽ സുഷിരം വരികയോ കണ്ടന്റ് പൊട്ടി സാധനം കണ്ണിനുള്ളിലുള്ള കണ്ടൻസ് പുറത്ത് വരികയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള മിതമായ രീതിയിലുള്ള ഇഞ്ചുറിയാണ് നിങ്ങൾക്ക് പറ്റിയത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നിങ്ങളുടെ കണ്ണ് കഴുകണം. അതിൻ്റെ കെമിക്കൽ കണ്ടന്റ് വാഷ് ചെയ്ത് കളയുകയും എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ലേറ്റർ ഓൺ ഫ്യൂച്ചറിൽ ഉള്ള വലിയ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ അത് സാധിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു സ്വയം ചികിത്സ ലൈക്ക് നിങ്ങൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കണ്ണ് കഴുകാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിലുള്ള ഡാമേജിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും അതൊരു വളരെ സിവിയർ ഇഞ്ചുറി ആയിട്ട് തോന്നുകയാണെങ്കിലും കണ്ണിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിലും ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തുള്ള കോർണിയ സ്പെഷ്യലിസ്റ്റിനെ ഉടനടി കാണിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ചില ഇഞ്ചുറീസ് ഉടനടി കണ്ണ് പൊട്ടിത്തെറിച്ച് കണ്ണിനുള്ള ഉള്ളിലുള്ള കണ്ടൻസ് പുറത്തു വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഉടനടി ആ കണ്ണ് തുന്നിച്ചേർത്ത് കണ്ണിൻ്റെ കണ്ടന്റുകൾ ഉള്ളിലേക്ക് ആക്കി വെച്ചില്ലെങ്കിൽ ആ കണ്ണിൽ മാത്രമല്ല നിങ്ങളുടെ നോർമൽ ആയിരിക്കുന്ന കണ്ണിൻ്റെ കാഴ്ച കൂടി നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ഈ കണ്ണിലുള്ള കണ്ടന്റ് മൂലമുണ്ടാകുന്ന റിയാക്ഷൻസ് കാരണം നിങ്ങളുടെ കാഴ്ചയുള്ള ഇഞ്ചുറി പറ്റാത്ത കണ്ണ് കൂടി ഡാമേജ് ആവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. സോ ഈവൻ നിങ്ങളുടെ കണ്ണിൽ കാഴ്ച മുട്ടുമില്ല, വളരെ സിവിയറായ ഒരു ഇഞ്ചുറിയാണ്, ഒന്നും ചെയ്യാനില്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പോലും ഉടനടി ഒരു കോർണിയ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കുകയും സർജിക്കൽ അപ്രോച്ച് വല്ലതും വേണമെങ്കിൽ അത് ഉടനടി ചെയ്യുകയും ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ നോർമലായി അത് ബാധിക്കുകയും ഈവൻ ആ ഇഞ്ചുറി നിങ്ങളുടെ തലച്ചോറിലോ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരികയും ബോഡിയുടെ ബാക്കി ഭാഗങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മാത്രമാണ്, അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്.